ഗുരുപ്രിയ TV സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ലോകമെമ്പാടും എത്തിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രിയ സഹോദരന്മാരും ഇങ്ങനെ ഒരു സംരംഭമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇതിന് ഗുരുവിൻ്റെ പേര് വരാൻ അതിൻ്റെ പിന്നിൽ മതത്തിന് അതീതമായ ആത്മീയ ദർശനത്തിൻ്റെ പ്രസക്തി ലോകമെമ്പാടും എത്തിക്കണമെന്നും മതാതീത ആത്മീയ ദർശനം എന്നാൽ എന്ത്, ആത്മീയതയ്ക്ക് മതത്തിൻ്റെ പിന്തുണയുടെ ആവശ്യമില്ലെന്നും ഏതൊരു സാധാരണക്കാരനും ഒരു മതത്തിൻ്റെയും പിന്തുണയില്ലാതെ തന്നെ അവൻ ആത്മീയതയിലേക്ക് കടക്കുവാൻ കഴിയും എന്ന സന്ദേശവും ലോകമെമ്പാടും എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ പേര് ബിജു പപ്പൻ എന്നാണ്. കഴിഞ്ഞ ഒരു 10-20 വർഷവുമായി ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചു വരികയാണ്. മതാതീത ആത്മീയ സംഘം എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ശ്രീനാരായണീയർക്ക് മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവർക്കൊരു ഉപദേശം ലഭിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുവാൻ ഇന്നൊരു കേന്ദ്രം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അവർക്കൊരു ക്രൈസിസ് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു ഉപദേശത്തിന് വേണ്ടി അവർ പല ആൾക്കാരെയും കാണാൻ പോകും. ഇപ്പൊ ശ്രീനാരായണീയർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരാദ്യം പോകുന്നത് ലോകത്തെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവും ആത്മീയ ആചാര്യനുമായിരുന്ന ഗുരുദേവന്റെ മഹാസമാധി സ്ഥിതി ചെയ്യുന്ന ഗുരുവിന്റെ പാദസ്പർശമേറ്റ ആ പുണ്യഭൂമിയിലേക്കായിരിക്കും. അവർക്ക് അവിടെ നിന്ന് സമാധാനം കണ്ടില്ലെങ്കിൽ സംഘടനയുടെ ഭാരവാഹികളെ കാണാൻ പോകും. അവിടെയും സമാധാനം കണ്ടില്ലെങ്കിൽ അവര് ഇന്നുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് ആത്മീയ കേന്ദ്രങ്ങളിലേക്ക് അവർ പോകും. ഓരോ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് ആത്മീയ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ഇന്ന് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? സാധാരണക്കാരുടെ ബുദ്ധിമുട്ടിന് പരിഹാരം കാണാൻ ഒരു കേന്ദ്രമില്ലെന്ന് വരുമ്പോൾ അവരെല്ലാം ഇതേപോലുള്ള ആത്മീയ കേന്ദ്രങ്ങളിൽ ചെന്ന് അവരുടെ സ്വത്തും അവരുടെ പണവും എല്ലാം അവിടെ കാൽ കീഴിൽ വെച്ച് അവരെ ഇനിയുള്ള ജീവിതം ആ മഠങ്ങളിലായി മാറും. അതിനൊരു അവസരം ഉണ്ടാകാതെ ഈ ചാനലിലെ പ്രവർത്തകര് ഈ പറയുന്ന ആർക്കും കേരളത്തിലെന്നല്ല എവിടെയും അവന്റെ ബുദ്ധിമുട്ടുകൾ, അവന് വരുന്ന മാനസികമായും അവന് വരുന്ന ശാരീരികമായും അവന് ഈ ആത്മീയ തലങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് പരിഹാരം കാണുന്ന രീതിയിൽ ഈ ചാനൽ മുന്നോട്ട് പോകണം. ഏതൊരു വ്യക്തിക്ക് ഇപ്പോൾ ജനിച്ച് വീണ് ഈ മണ്ണില് ജീവിക്കുവാനുള്ള അവകാശം എല്ലാവർക്കുമാണ്. വിദ്യാഭ്യാസത്തിന് ശേഷിയുള്ളവർക്ക് അതിനുള്ള സാമ്പത്തികമില്ല, താമസിക്കുവാനുള്ള സൗകര്യമില്ല, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ചികിത്സയ്ക്ക് അതിനുള്ള സാമ്പത്തികമില്ല. ഇതെല്ലാം സർക്കാർ സംവിധാനത്തിൽ ഒരു 5-10 ദിവസം കൊണ്ട് കണ്ടെത്താവുന്നേ ഉള്ളൂ. പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ തലത്തിലും കോർപ്പറേഷൻ തലത്തിലും ഇതിനെക്കുറിച്ചുള്ള ഒരു സർവേ നടത്തിയാൽ വളരെ ഈസിയായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഈ വിഷയങ്ങൾ നീട്ടി കൊണ്ടുപോകുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെലവഴിക്കുവാനുള്ള പല മാർഗങ്ങളും നോക്കിയാണ് ഇവരെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഈ ചാനലിന്റെ പ്രവർത്തനത്തിലൂടെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണണം. ഈ ചാനലിന് വേണ്ട എല്ലാ ആശംസകളും, മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.